ശോ, വേണ്ടായിരുന്നു. ഇന്ന് ഫുട്ബോൾ കളിക്കാൻ നിൽക്കണ്ടായിരുന്നു. സ്കൂൾ ബസ്സിൽ തന്നെ വന്നാ മതിയായിരുന്നു. ഇന്ന് ഉറപ്പായിട്ടും വഴക്ക് കിട്ടും. യാതൊരു സംശയവും വേണ്ട. നിന്റെ കൂട്ടത്തിൽ എനിക്കും കിട്ടുമോന്നാ പേടി. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ. എന്തു പറഞ്ഞു? അല്ല, ഇന്ന് ഫുട്ബോൾ കളിക്കാൻ നിൽക്കണ്ട, ലേറ്റ് ആവുമെന്നൊക്കെ. ദേ, വെറുതെ പറയാത്തത് പറഞ്ഞു പറഞ്ഞല്ലോ. അത് പിന്നെ എന്നാൽ തോന്നിയതായിരിക്കും. എന്തു തോന്നിന്ന്? അല്ല, ഞാൻ പറഞ്ഞില്ല എന്ന് നിനക്ക് തോന്നിയതായിരിക്കും. അല്ലല്ല, സോറി, ഞാൻ പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയതായിരിക്കും. എന്തായാലും ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? കളിയും തോറ്റു, വീട്ടിൽ നിന്ന് വഴക്കും കിട്ടും. ആകെ മൊത്തത്തിൽ അടിപൊളി. ദേ, വെറുതെ ഓരോന്ന് പറഞ്ഞെന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. ഞാൻ ഇങ്ങനെ എപ്പോഴും കൂടെ നടക്കാൻ ഉള്ളത് കൊണ്ടല്ലേ നീ ഇങ്ങനെയൊക്കെ കുറ്റം പറയുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞോ എപ്പോഴും കൂടെ നടക്കാൻ? എനിക്കാരുടെയും കൂട്ട് വേണ്ട, ഞാൻ തനിച്ച് നടന്നോളാം. വഴി തെറ്റിയോ? ഇരുട്ടോ ആയല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ വഴി ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ചേർന്ന് നടക്കണതാ ബുദ്ധി. നിനക്ക് പേടി തോന്നുന്നുണ്ടോ? ഏയ്, നീ എങ്ങാനും പേടിച്ചാലോ എന്നോർത്തിട്ടാ. നമുക്ക് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ സ്കൂൾ ബസ്സിൽ വരുമ്പോൾ ഒരിക്കൽ പോലും ഈ സ്ഥലം ഒന്ന് കണ്ടതായിട്ടേ ഓർക്കുന്നില്ല. അതെ, നമുക്ക് വഴി തെറ്റിയെന്ന് ഉറപ്പാ. എനിക്കാണെങ്കിൽ കോൾഡ് മൂക്കടുപ്പം കാരണം മണം പിടിക്കാനും പറ്റുന്നില്ല. ഷോ, ഇനി എങ്ങനെ നമ്മൾ വീട്ടിൽ ചെല്ലും? ഓർത്തിട്ട് കരച്ചിൽ വരുന്നു. നീ വിഷമിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് അമ്പിളി അമ്മാവനെ വിളിക്കാം. അത് നേരാ, അമ്മാവൻ തീർച്ചയായും വരും. വാ, നമുക്ക് ഒരുമിച്ച് വിളിക്കാം. കാണുന്നില്ലല്ലോ. ഒന്നൂടെ വിളിക്കാം. ഹലോ കുട്ടികളെ, സോറി കേട്ടോ, ഞാൻ കുറച്ച് ദൂരെ ആയിരുന്നു. അതാ നിങ്ങൾ വിളിച്ചപ്പോൾ വരാൻ അല്പം വൈകിയത്. പക്ഷേ നിങ്ങൾ എന്താണ് ഇവിടെ? അത് ഇന്ന് സ്കൂളിൽ ഫുട്ബോൾ കളിക്കാൻ നിന്നതുകൊണ്ട് സ്കൂൾ ബസ് കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങള് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോ വഴി തെറ്റി. ലേശം പേടി തോന്നിയതുകൊണ്ടാ അമ്മാവനെ വിളിച്ചത്. ഇനി പേടിക്കണ്ട, ഞാൻ വന്നല്ലോ. വരൂ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അതിരിക്കട്ടെ, ഞാനിപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ? അങ്ങ് റഷ്യയിൽ നിന്നാണ് ഞാനിപ്പോൾ വരുന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ റഷ്യയെക്കുറിച്ച്? ലോകത്തെ പ്രധാന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. എന്നിട്ട് ഞങ്ങൾക്ക് തരാൻ അവിടെ അമ്മാവൻ ഒന്നും കൊണ്ടുവന്നില്ലേ? ഉണ്ടല്ലോ. റഷ്യയിൽ നിന്നുള്ള നല്ല കുറച്ചു കഥകളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അതെയോ? ഹായ്, എനിക്ക് കഥ കേൾക്കാൻ കൊതിയായി. എനിക്കും അമ്മാവ, വേഗം ആവട്ടെ. ശരി ശരി, അങ്ങനെയെങ്കിൽ തുടങ്ങിയേക്കാം. തന്നേക്കാൾ ബലം കുറഞ്ഞവരെ പുച്ഛിക്കുക മാത്രമല്ല, ഉപദ്രവിക്കുന്നതിലും സന്തോഷം കണ്ടെത്തുന്ന ചിലരുണ്ട്. പക്ഷേ ഈ ശക്തി കുറഞ്ഞവർ ഒരുമിച്ച് നിന്നാൽ എത്ര ബലവാനെയും തോൽപ്പിക്കുവാൻ സാധിക്കുമെന്ന് പുച്ഛിക്കുന്ന ആ ചിലർ മനസ്സിലാക്കുന്നില്ല. അതിനെക്കുറിച്ചാണ് ആദ്യത്തെ കഥ.